ഹലോ ഗൈസ്, എല്ലാവർക്കും മാച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി മാഗി റെസിപ്പി കണ്ടാലോ? എല്ലാവർക്കും മാഗി ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി മാഗി റെസിപ്പിയാണിത്. മാഗി അല്ലാണ്ട് എക്സ്ട്രാ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു മാഗി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക, അത് അടുപ്പത്ത് വയ്ക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മാഗി പാക്കറ്റ് പൊട്ടിച്ചിടുന്നുണ്ട്. എനിക്കിവിടെ 2 സ്ലൈസ് മാഗിയാണ് എൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അതിനെ പൊട്ടിച്ചിട്ടിട്ട് ഞാൻ ജസ്റ്റ് മാഗി ഒന്ന് സ്പൂൺ കൊണ്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ലോങ് ആയിട്ട് കിടക്കുന്ന മാഗി നൂഡിൽസ് എനിക്ക് ഇഷ്ടമല്ല. ചെറുതായിട്ടൊന്ന് കാരണം ഓവർ നമ്മൾ ഫോർക്കിലെടുക്കുമ്പോൾ ലോങ് ആയിട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് ഇത് പൊട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മാഗി മസാലയാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള മാഗി മസാലയാണ്. 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 2 പാക്കറ്റും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വിടുക. തിളയ്ക്കാൻ വിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ആദ്യത്തെ നമ്മുടെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുകയാണ്. അത് വേറൊന്നുമല്ല, ഹാപ്പിയുടെ ടൊമാറ്റോ ചില്ലി സോസാണ്. ചെറിയൊരു പുളിപ്പും ചെറിയൊരു എരിവും ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ആ സോസിന്. അപ്പോൾ അതെനിക്കിഷ്ടമാണ്, അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് എത്രയാണ് കണക്കെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, കാരണം ഞാനത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യണം, സ്പൂണിൽ എടുത്തിട്ട് ആഡ് ചെയ്യുകയല്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എത്രത്തോളം പുളിപ്പും എരിവും വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനത് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ സെക്കൻഡ് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബട്ടർ ആഡ് ചെയ്യുന്നത്. ചെറിയൊരു സ്പൂണിൽ ഒരു സ്ലൈസ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്ലൈസ്, അതായത് ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂണിൽ മിക്സ് ചെയ്ത്, അപ്പോൾ ഇതിൽ നമ്മളിട്ട ബട്ടർ മെൽട്ടായിക്കോളും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ മാഗി നൂഡിൽസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മാഗി 2 മിനിറ്റ് നൂഡിൽസ്, ഇപ്പി നൂഡിൽസ് അല്ല. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം എനിക്ക് ഒരു സൂപ്പി ആയിട്ട് മാഗി നൂഡിൽസ് എടുക്കുന്നതാണ് ഇഷ്ടം. തീരെ ഡ്രൈ ആക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവെത്തിയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇനി ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. നമുക്ക് കഴിക്കാൻ മാത്രമായതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ സെർവിങ് ബൗളിലേക്കാണ് മാറ്റുന്നത്. ആവശ്യമുള്ളത് നമ്മൾ സെർവ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് അടച്ചു വയ്ക്കുക. ഇതിന് ശേഷമാണ് ഞാൻ 3ാമത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ചീസാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ മേടിച്ച ചീസാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അവിടെ ഇഷ്ടംപോലെ ചീസ് വിൽക്കാനുണ്ട്. ആവശ്യമുള്ള ചീസുകൾ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്ത് മേടിക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ച ചീസാണ്. പല സാധനത്തിലും നമുക്ക് ഈ ചീസ് ആഡ് ചെയ്യാം, അങ്ങനെ മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ മാഗിയിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. സെർവിങ് ബൗളിൽ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. മറ്റേ പാനിൽ ഇരിക്കുന്ന ബാക്കി മാഗിയിൽ ആഡ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് നമ്മൾ എടുക്കുമ്പോൾ മാത്രം ചീസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് മാഗി നല്ല ചൂടുണ്ട്, അപ്പോൾ ഞാൻ ആ ചൂടിലേക്കാണ് ചീസ് ആഡ് ചെയ്തത്. പിന്നെ ഇത് ബൂസ്റ്റാണ്, കോഫി അല്ല, സോറി, ബൂസ്റ്റാണ്. അപ്പോൾ ഈ ബൂസ്റ്റും മാഗിയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, ചീസി മാഗി നൂഡിൽസും പിന്നെ ബൂസ്റ്റും. എനിക്കിങ്ങനെ മാഗി നൂഡിൽസ് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതും ചെറിയൊരു പുള്ള് കിട്ടുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഫുള്ളി ചീസ് മെൽറ്റാവുന്ന എനിക്ക് താല്പര്യമില്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഇടയ്ക്ക് സൂപ്പ് കുടിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണോ കൂട്ടാം, കുറയ്ക്കാം. ചീസൊക്കെ ഇത് എൻ്റെ അളവിനാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എത്ര ചീസ് വേണോ അല്ലെങ്കിൽ എത്ര സോസ് വേണോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് കമൻറ്റിൽ പറയുക ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ. ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ഡിഫറെൻ്റ് ആണ്. സോ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല.